So 2.5 സെക്ഷനിലെ കൗണ്ടബിളി ആക്ടിവിറ്റി കണ്ടിന്യൂറ്റി ആൻഡ് ദ ബോറൽ കാൻഡി ലെമ്മ. സോ ആ സെക്ഷനിൽ നമ്മൾ തിയറം 13 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രപ്പോസിഷൻ 13 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തിയറം 14 പറയുന്നത് ദ സെറ്റ് ഫംഗ്ഷൻ ലെബേക്ക് മെഷർ ഡിഫൈൻഡ് ഓൺ ദി സിഗ്മ അൽജിബ്ര ഓഫ് ലെബേക്ക് മെഷറബിൾ സെറ്റ്സ് ആൻഡ് ദ ലെങ്ത് ഓഫ് എനി ഇന്റർവൽ ഈസ് ട്രാൻസ്ലേഷൻ ഇൻവേരിയന്റ് ആൻഡ് ദസ് കൗണ്ടബിളി അഡിറ്റീവ്. അപ്പൊ നമ്മളിവിടെ കൗണ്ടബിളി അഡിറ്റീവ് ആണെന്നുള്ള പ്രൂഫാണ് പ്രപ്പോസിഷൻ 13 പറയുന്നത്. പിന്നെ ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ ലെബേക്ക് മെഷറബിൾ സെറ്റ്സ്, അതായത് കളക്ഷൻ ഓഫ് ഓൾ ലെബേക്ക് മെഷറബിൾ സെറ്റ്സ് കൺസിഡർ ചെയ്താൽ അത് എന്ന് പറയുന്നത് സിഗ്മ അൾജിബ്ര ആവും. അപ്പൊ സിഗ്മ അൾജിബ്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻസ് എന്താണ്? എം ടി സെറ്റും ഹോൾ സെറ്റും നമ്മൾ ബിലോങ് ചെയ്യണം. കാരണം മെഷറബിൾ കളക്ഷൻസ് നമുക്ക് സിഗ്മ അൾജിബ്ര സെയിം കണ്ടീഷൻസ് തന്നെയാണ്. അതുപോലെ തന്നെ ഏതൊരു സെറ്റ് എടുത്താലും അതിന്റെ സൂപ്പർ സെറ്റ് എന്തായിരിക്കണം? മെഷറബിൾ ആയിരിക്കണം. പിന്നെ രണ്ട് സെറ്റുകളുടെ യൂണിയൻ പറയുന്നതും മെഷറബിൾ ആയിരിക്കണം. അപ്പൊ ഇതെല്ലാം എന്റെ പ്രൂഫ് പറഞ്ഞ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ പറഞ്ഞു ലെബേക്ക് മെഷറും, അതായത് ലെബേക്ക് മെഷറും ഔട്ടർ മെഷറും പറയുന്നത് എപ്പോഴും സെയിം ആണ്. ഡൊമൈൻ പറയുന്നത് എന്തായിരിക്കണം? മെഷറബിൾ സെറ്റ്സ് ആയിരിക്കണം. അപ്പൊ ഡൊമൈൻ പറയുന്നത് മെഷറബിൾ സെറ്റ്സുകളുടെ കളക്ഷൻ ആണ് എങ്കിൽ ഔട്ടർ മെഷർ തന്നെയാണ് ലെബേക്ക് മെഷർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് ഡെഫിനിഷൻസ് ആണ് അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് എന്ന് പറയുന്നത്. അപ്പൊ അസെൻഡിങ് കളക്ഷൻ ഓഫ് ഓൾ കൗണ്ടബിൾ സെറ്റ്സുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ അസെൻഡിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇ കെ ഇസ് എ സബ്സെറ്റ് ഓഫ് ഇ കെ പ്ലസ് 1 ആണെങ്കിൽ അതായത് ഏത് സെറ്റ്, അതായത് ഇപ്പൊ നമ്മൾ E1 ഇസ് എ സബ്സെറ്റ് ഓഫ് E2, E2 ഇസ് എ സബ്സെറ്റ് ഓഫ് E3, ഇങ്ങനെ സബ്സെറ്റ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് അസെൻഡിങ് എന്ന് പറയുന്നത്. അസെൻഡിങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇ കെ പ്ലസ് 1 സബ്സെറ്റ് ഓർ ഈക്വൽ ടു ഇ കെ ആണ്. അതായത് E2 ഇസ് സബ്സെറ്റ് ഓഫ് E1. അപ്പൊ ഇവിടത്തെ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ പറയുന്നത് എന്തായിരിക്കും? E1 ആണ് ഇവിടുത്തെ സ്മോളസ്റ്റ് സെറ്റും, അതുപോലെ E2 സബ്സെറ്റ് E1 ആണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? E1 ആയിരിക്കും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഡിസെൻഡിങ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് ഡെഫിനിഷൻസ് ആണ്. നെക്സ്റ്റ് തിയറാണ് തിയറം 15 പറയുന്നത് കണ്ടിന്യൂറ്റി ഓഫ് മെഷർ. മെഷറിന്റെ കണ്ടിന്യൂറ്റി എങ്ങനെയാണ് മെഷറിന്റെ കണ്ടിന്യൂറ്റി ഡിഫൈൻ ചെയ്യുന്നത്? അപ്പൊ ലെബേക്ക് മെഷർ പ്രോസസ് ദ ഫോളോവിങ് കണ്ടിന്യൂറ്റി പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് പറയുന്നത് നമ്മൾ എ കെ എന്ന് പറയുന്ന സെറ്റ്, കളക്ഷൻ ഓഫ് ഓൾ എ കെ ഇസ് ഈക്വൽ ടു 1 to infinity എന്ന് പറയുന്ന സെറ്റ് അസെൻഡിങ് കളക്ഷൻ ആണെങ്കിൽ, ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ടെക്സ്റ്റ് വെച്ച് നോക്കിക്കോളാം. ഇപ്പൊ എ കെ ഇസ് ഈക്വൽ ടു 1 to infinity അസെൻഡിങ് സെക്ഷൻ. അപ്പൊ അസെൻഡിങ് പറയുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞു? അസെൻഡിങ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തായിരുന്നു പറഞ്ഞു? എ കെ സബ്സെറ്റ് ഓർ ഈക്വൽ ടു എ കെ പ്ലസ് 1. അപ്പൊ ഇതാണ് അസെൻഡിങ് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അസെൻഡിങ് സീക്വൻസ് ഉണ്ടെങ്കിൽ അതിന്റെ മെഷർ ഓഫ് യൂണിയൻ കെ ഇസ് ഈക്വൽ ടു 1 to infinity എ കെ. യൂണിയൻ, അതായത് അസെൻഡിങ് സീക്വൻസിന്റെ മെഷർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ലിമിറ്റ് എന്ന് നമ്മൾ കണ്ടിന്യൂറ്റി പറഞ്ഞാൽ തന്നെ ആക്ച്വലി ലിമിറ്റ് ആണ്. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് എ കെ ആണ്. അസെൻഡിങ് കളക്ഷൻ ഓഫ് ഓൾ കൗണ്ടബിൾ സെറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതില് മെഷർ ഓഫ് യൂണിയൻ എ കെ, നമ്മൾ ഓരോ സെറ്റ്സിന് അസെൻഡിങ് കളക്ഷൻസിന്റെ യൂണിയൻ കൺസിഡർ ചെയ്താൽ അതിന്റെ ലബേക്ക് മെഷർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ലിമിറ്റ് k ടെൻഡ് ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് എ കെ ആണ്. സിമിലർലി രണ്ടാമത്തെ കണ്ടീഷൻ ബി കെ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ k is equal to 1 to infinity. So bk is a descending. So descending എന്താണ്? descending പറഞ്ഞാൽ എന്താണ്? bk plus 1 subsets or equal to bk. ഇപ്പൊ descending collection ആണ് വിത്ത് measure of b1 less than infinity. measure of b1 എന്താണ്? ഫൈനൈറ്റ് മെഷർ ആണെങ്കിൽ measure of union, measure of intersection k is equal to 1 to infinity bk എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് k ടെൻഡ് ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് bk ആണ്. മെഷർ ഓഫ് ഇന്റർസെക്ഷൻ. അപ്പോൾ ഡിസെൻഡിങ് സീക്വൻസുകളുടെ കളക്ഷൻ കൺസിഡർ ചെയ്താൽ അതിന്റെ ഇന്റർസെക്ഷൻ നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഫസ്റ്റ് വണ്ടെ കണ്ടീഷൻ നോക്കുക. ഇപ്പൊ എ കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താന്ന് പറഞ്ഞു? അസെൻഡിങ് സീക്വൻസ്, ദാറ്റ് ഈസ് എ കെ സബ്സെറ്റ് ഓർ ഈക്വൽ ടു എ കെ പ്ലസ് 1 ആണ്. അതുപോലെ ഇതൊന്നും നമുക്ക് എങ്ങനെ ചെയ്താൽ A1 ഇസ് സബ്സെറ്റ് ഓഫ് ഈക്വൽ ടു A2 ആണ്, A2 ഇസ് സബ്സെറ്റ് ഓഫ് A3 ആണ്. അപ്പൊ ഇതിന്റെ ആക്ച്വലി കളക്ഷൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പൊ ഇതൊരു A1 ആണെങ്കിൽ ഇതെന്താണ്? A2
ഇത് A3. ഇപ്പൊ നമ്മൾ 3 കേസുകൾ കൺസിഡർ ചെയ്യാം. ഇപ്പൊ A1, ഇപ്പൊ യൂണിയൻ പറയുന്നത് ആക്ച്വലി എന്താണ്? യൂണിയൻ A1 യൂണിയൻ A2 യൂണിയൻ A3 യൂണിയൻ പറയുന്നത് എന്താണ്? ഇത് 3ഉം A1 യൂണിയൻ A2 യൂണിയൻ ഇത്. ഇപ്പൊ ഇത്രയും സെറ്റുകൾ പറഞ്ഞ ഐറ്റം എന്താ? ആക്ച്വലി A3 അല്ലേ വരുള്ളൂ. A3 ഇത് രണ്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള 3 യൂണിയൻ. അപ്പൊ ഇതിന്റെ മെഷർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ലിമിറ്റ് ഓഫ്, നമുക്ക് മെഷർ ഓഫ് യൂണിയൻ എ ആയി കൺസിഡർ ചെയ്യാം. I is equal to 1 to 3. സോ ഇതെന്ന് പറയുന്നത് എന്തിനോടാണ്? ലിമിറ്റ് I tend to infinity മെഷർ ഓഫ് എ ആയി. ഇതിന്റെ മെഷർ സെറ്റ് ഇപ്പൊ k is equal to 1 ആണ്. k is equal to 2 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താ? അത് ഇൻഫിനിറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ടോട്ടൽ ലിമിറ്റിംഗ് ആണ് അവിടെ വരുന്നത്. അതേപോലെ രണ്ടാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞു BK എന്ന് പറയുന്നത് ഡിസെൻഡിങ് സീക്വൻസ് ആണ്. ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? BK plus 1 സബ്സസ് ഓർ ഈക്വൽ ടു BK ആണ്. സോ ദാറ്റ് മീൻസ് ഇപ്പം k is equal to ഇപ്പൊ B2 സബ്സസ് ഓർ ഈക്വൽ ടു B1 ആണ്. അതുപോലെ B3 is സബ്സസ് ഓർ ഈക്വൽ ടു B2 ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളിപ്പോ B3 സബ്സസ് ഓർ ഈക്വൽ ടു B2 സബ്സസ് ഓർ ഈക്വൽ ടു B1. അപ്പൊ ഇവിടെ ഇതാണ് B3 എങ്കിൽ ഇത് B2 എങ്കിൽ ഇതാണ് എന്ത്? B1. ഇങ്ങനെയുള്ള ഡിസെൻഡിങ് സീക്വൻസിന്റെ ഇന്റർസെക്ഷൻ പറയുന്ന ആക്ച്വലി എന്ത് തന്നെയാണ്? B3. സോ അത് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് BKക്ക് ഈക്വൽ ആണ്. അപ്പൊ ഇതാണ് ആ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും പറയുന്നത്. തിയറം 15 2 സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്നാണ്. അപ്പൊ നമ്മൾക്ക് അസെൻഡിങ് ആണെങ്കിലും ഡിസെൻഡിങ് ആണെങ്കിലും അത് എന്തിനോട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? അതിന്റെ ലിമിറ്റിംഗ് വാല്യൂനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ സപ്പോസ് നമ്മൾ 2 കേസുകൾ ഫസ്റ്റ് പ്രൂവ് ചെയ്യാണ്. ഫസ്റ്റ് വൺ പറയുന്നത് AK is the ascending sequence ആണ്. സോ AK ascending sequence ആണെങ്കിൽ നമ്മളുടെ ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുമോ? അതാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മളുടെ ഹോൾഡ് ചെയ്യുമോ? അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ സപ്പോസ് നമ്മൾ മെഷർ ഓഫ് AK എന്ന് പറയുന്നത് നമ്മൾ ഇൻഫിനിറ്റി ആണെന്ന് സപ്പോസ് ചെയ്യാം. ഇപ്പൊ മെഷർ ഓഫ് AK ഇൻഫിനിറ്റി ആണെങ്കിൽ ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് AK പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഇൻഫിനിറ്റി തന്നെയാണ് വരിക. ഇനി നമ്മൾ അവിടെ പറഞ്ഞു, അവിടെ നമ്മളിപ്പോ AK എന്ന് പറയുന്നത് ഇപ്പോൾ മെഷർ ഓഫ് A1 ഇൻഫിനിറ്റി ആവും, മെഷർ ഓഫ് A2 ഇൻഫിനിറ്റി ആവും, മെഷർ ഓഫ് A3 ഇൻഫിനിറ്റി ആവും. സോ അങ്ങനെയാണെങ്കിൽ അവരുടെ യൂണിയൻ AK കൺസിഡർ ചെയ്താലും അതിന്റെ മെഷർമെന്റ് എന്ത് തന്നെ വരും? ഇൻഫിനിറ്റി തന്നെ വരും. അപ്പൊ ഈ 2 കേസിലും രണ്ടും ഇക്വാലിറ്റി എന്താണ്? ഇൻഫിനിറ്റി ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാം? മെഷർ ഓഫ് യൂണിയൻ AK ഇസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് AK തന്നെ പറയാം. ഇനി നെക്സ്റ്റ് കേസ് പറയുന്നത് മെഷർ ഓഫ് AK എന്ന് പറയുന്നത് നമ്മൾ ഇനി ഫൈനൈറ്റ് ആണെന്ന് സപ്പോസ് ചെയ്യാം. അപ്പൊ ഫൈനൈറ്റ് ആണെന്ന് സപ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യാണ് A0 എന്ന് പറയുന്ന സെറ്റ് എംപ്റ്റി സെറ്റും അതുപോലെ CK നമ്മൾ ഡിഫൈൻ ചെയ്യാണ് AK മൈനസ് AK മൈനസ് 1. അപ്പൊ നമ്മൾ C1 എടുക്കുകയാണെങ്കിൽ C1 എന്ന് പറയുന്നത് എന്ത് കിട്ടും? A1 മൈനസ് A0. A1 മൈനസ് A0 ദാറ്റ് എംപ്റ്റി സെറ്റ് അല്ല, A1 തന്നെ വരും. C2 എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? A2 മൈനസ് A1. A2 മൈനസ് A1 എന്ന് പറയുന്നത് എന്താ? A2 എന്ന് പറയുന്ന സെക്ഷനിൽ അതായത് ഇതാണ് നമ്മളുടെ A2. ഇതാണ് നമ്മളുടെ A2. അപ്പൊ A2ല് A1 നമ്മൾ ഇതാക്കുമ്പോൾ ഉള്ള സെക്ഷൻ, A1 ഇൻക്ലൂഡ് ചെയ്യുന്നുള്ള കുറച്ച് സെക്ഷൻസ്, ഇത്രയും കേസുകൾ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ C1 C2 പറഞ്ഞ ആക്ച്വലി എന്താണ്? C1 എന്ന് പറയുന്നത് എന്താണ്? A1. C2 എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ഈ പോർഷൻ, ഇത്ര പോർഷൻസ് മാത്രം. കംപ്ലീറ്റ് A2 നിന്ന് A1 ഒമിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും പോർഷൻസ്. അതുപോലെ തന്നെ അടുത്തത് C3 എന്ന് പറയുന്നത് A3 മൈനസ് A2 ആണ്. അപ്പൊ അത് ഇവിടെ ഇതാണ് കംപ്ലീറ്റ് A3. അതിൽ നിന്ന് A2 കംപ്ലീറ്റ് സെക്ഷൻ പോകുമ്പോൾ ഇത്രയും സെക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ഇൻ ബിറ്റ്വീൻ വരുന്ന ആ സ്പേസ് ആണ് C1 C2 എക്സെട്ര എന്ന് പറയുന്നത്. അപ്പൊ അതെന്തായിരിക്കും? ഈച്ച് C1 എന്ത് തന്നെയായിരിക്കും? ഡിസ്ജോയിന്റ് ആണ്. കാരണം ഇവിടെ ഇതാണ് C1, ഇതാണ് C2. അപ്പൊ C1 ഇത് C2 ഇത് പറയുമ്പോൾ ഡിസ്ജോയിന്റ് കളക്ഷൻസ് തന്നെയാണല്ലോ. അപ്പൊ C1 അപ്പൊ നമുക്ക് പറയാം CK എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഇറ്റ്സ് എ ഡിസ്ജോയിന്റ് കളക്ഷൻ ആണെന്ന് പറയാം. ആൻഡ് യൂണിയൻ AK ഇസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? യൂണിയൻ CK. കാരണം നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ A1 യൂണിയൻ A2 കൺസിഡർ ചെയ്യും.
A1 യൂണിയൻ A2. അപ്പൊ A1 യൂണിയൻ A2 കൺസിഡർ ആണെങ്കിൽ ഈ ഇൻ ബിറ്റ്വീൻ പോർഷനും എന്താണ് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമ്മൾ A1 യൂണിയൻ A2 എന്ന് പറയുന്നത് എന്താ ആക്ച്വലി എന്ത് തന്നെയാണ്, C1 യൂണിയൻ C2 തന്നെയല്ലേ വരിക. അപ്പൊ അതാണ് കേസുകൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് മെഷർ ഓഫ് യൂണിയൻ AK കൺസിഡർ ചെയ്യാം. അപ്പൊ മെഷർ ഓഫ് യൂണിയൻ AK പറയുന്നത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് CK ആണെന്ന് പറഞ്ഞു. ആൻഡ് മെഷർ ഓഫ് CK എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി AK മൈനസ് 1 ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമ്മൾ മെഷർ ഓഫ് AK മൈനസ് 1ന്റെ മെഷറിങ് എന്താണെന്ന് നോക്കി അതിൽ നിന്നാണ് നമ്മൾ വാല്യൂ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എസെൻഷ്യൽ നമ്മൾ ഇതിൽ തന്നെ മെഷർ ഓഫ് AK എന്ന് പറയുന്നത് നമ്മൾ ഫൈനൈറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ മെഷർ ഓഫ് AK ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു മൈനസ് വരുമ്പോൾ തന്നെ എക്സിഷൻ പ്രോപ്പർട്ടി നമുക്ക് അവിടെ യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ അത് തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ആക്ച്വലി AK എന്ന് പറയുന്നത് എന്താണ് വെച്ചാൽ അസെൻഡിങ് സീക്വൻസും ആണ്. അപ്പൊ നമ്മൾ രണ്ടും മറ്റേ ടൈമിൽ യൂസ് ചെയ്യാണ്. അപ്പൊ സിഗ്മ k is equal to 1 to infinity മെഷർ ഓഫ് AK മൈനസ് 1 കൺസിഡർ ചെയ്തു. Then sigma, okay, measure of this one പറഞ്ഞാൽ എന്താണ് ആക്ച്വലി സിഗ്മ മെഷർ ഓഫ് AK മൈനസ് 1 എന്നല്ലേ, അത് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കൺസിഡർ ചെയ്തു. ഇനി എക്സിഷൻ പ്രോപ്പർട്ടി എന്തായിരുന്നു, മെഷർ ഓഫ് വാട്ട് ഈസ് എക്സിഷൻ പ്രോപ്പർട്ടീസ് മെഷർ ഓഫ് A മൈനസ് B ഈസ് ഈക്വൽ ടു എന്താ മെഷർ ഓഫ് A മൈനസ് മെഷർ ഓഫ് B. സോ മെഷർ ഓഫ് A മൈനസ് B, അതായത് മെഷർ ഓഫ് A ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, സിഗ്മ മെഷർ ഓഫ് AK മൈനസ് മെഷർ ഓഫ് AK മൈനസ് 1 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ലിമിറ്റിംഗ് വാല്യൂ കൊടുക്കാം. ലിമിറ്റിംഗ് വാല്യൂ എങ്ങനെയാണ്, നമ്മളിവിടെ k is equal to 1 to infinity ആണ്. അപ്പൊ ലിമിറ്റ് n tends to infinity ഫൈനൈറ്റ് ആക്കി കൊടുക്കാം. സിഗ്മ k is equal to 1 to n മെഷർ ഓഫ് AK മൈനസ് മെഷർ ഓഫ് AK മൈനസ് 1. അപ്പൊ ആസ് n tends to infinity കൊടുക്കുമ്പോൾ തന്നെ അത് എന്തായി മാറും, k equal to 1 to infinity ആയിട്ട് മാറില്ലേ. അപ്പൊ നമുക്ക് ഇതിവിടെ കിട്ടി. ഇനി ആസ് n tends to infinity, ഇനി നമ്മളിവിടെ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ലിമിറ്റ് n tends to infinity k is equal to 1 കൊടുത്ത് നോക്കുക. അപ്പൊ മെഷർ ഓഫ് A1 മൈനസ് മെഷർ ഓഫ് A0 പ്ലസ് അടുത്തത് k is equal to 2 കൊടുക്കുക. 2 കൊടുക്കുമ്പോൾ എന്ത് വരും, മെഷർ ഓഫ് A2 മൈനസ് മെഷർ ഓഫ് A1 പ്ലസ് അടുത്ത എന്താ മെഷർ ഓഫ് A3 മൈനസ് മെഷർ ഓഫ് A2 പ്ലസ് എക്സെട്ര പ്ലസ് മെഷർ ഓഫ് n കൊടുക്കുമ്പോൾ AN മൈനസ് മെഷർ ഓഫ് AN മൈനസ് 1. ഇതിന്റെ മുമ്പത്തെ സ്റ്റെപ്പിലെല്ലാം മെഷർ ഓഫ് AN മൈനസ് 1 പറ്റൊരു ടേം ഉണ്ട്, മെഷർ ഓഫ് AN മൈനസ് 2 ഇതും കൂടി ഉണ്ട് അവിടെ. അപ്പൊ ഇവിടെ നിന്ന് A1 നമുക്ക് ക്യാൻസൽ ചെയ്യാം, മെഷർ ഓഫ് A0 അവിടെ ഉണ്ടാവും. ഓക്കെ, A2 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും, ആൻഡ് A3 നമ്മൾ ഇതുപോലെ ക്യാൻസൽ ചെയ്യാൻ പറ്റും, ആൻഡ് AN മൈനസ് 1ഉം ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ലിമിറ്റ് n tends to infinity മെഷർ ഓഫ് AN മൈനസ് മെഷർ ഓഫ് A0 പറഞ്ഞിട്ട് നമുക്ക് നിന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി നമ്മൾ പറഞ്ഞു A0 is a empty set. So measure of an empty set is always 0 ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം, ലിമിറ്റ് n tends to infinity മെഷർ ഓഫ് AN എഴുതാം. മെഷർ ഓഫ് A0 എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. കാരണം എംപ്റ്റി സെറ്റിന്റെ മെഷർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് തന്നെയാണ്, 0 ആണ്. അപ്പൊ നമുക്ക് ആക്ച്വലി എന്ത് കിട്ടി, സിഗ്മ k is equal to 1 to infinity measure of AK minus measure of AK minus 1 which is equal to limit n tends to infinity measure of AN എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പൊ ഇത് തന്നെ നമ്മൾ n as a any arbitrary number, അപ്പൊ k tends to infinity എന്ന് കൊടുക്കാം, measure of AN കൊടുക്കാം. ഇത് നമ്മളുടെ പ്രൂഫ്. ഒരു അസെൻഡിങ് സീക്വൻസിന്റെ ഇനി ഇതെന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, measure of union AK. So measure of union AK is equal to limit k tends to infinity measure of AK ആണ് കേട്ടോ. I'm sorry, this is K. Okay. ഇതാണ് ഒരു അസെൻഡിങ് സീക്വൻസിൽ വരുന്ന കേസ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ അടുത്തതും ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ രണ്ടാമത്തെ നമ്മൾ എന്താ പറഞ്ഞു, BK is a descending sequence ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അവിടെ അതേപോലെ തന്നെ DK നമ്മൾ ഡിഫൈൻ ചെയ്യാണ്.
B1 മൈനസ് BK എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഇനി ഞാൻ ആ ഫിഗറിൽ വരച്ച പോലെ തന്നെ നമ്മൾ ആ ഫിഗർ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഇങ്ങനെയാണ് വരിക, B1 B2 B3 കൺസിഡർ ചെയ്യുമ്പോൾ ദിസ് വൺ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്, B1 മൈനസ് BK. അപ്പോൾ B1 മൈനസ് B2 D1 എന്ന് പറയുന്നത് എന്ത് വരും, B1 മൈനസ് B1 ദാറ്റ് ഇസ് എംപ്റ്റി. ആൻഡ് D2 എന്ന് പറയുന്നത് എന്താണ്, B1 മൈനസ് B2. അപ്പോൾ B1 ഇതാണ്, ഇത്രയും പോർഷനാണ് B1 മൈനസ് B2 എന്ന് പറയുമ്പോൾ ഈ പോർഷനാണ് നമ്മളുടെ D2 എന്ന് പറയുന്നത്. അതുപോലെ ഈ പോർഷനാണ് നമ്മളുടെ D3 എന്ന് പറയുന്നത്. ഇപ്പം D1 ഇസ് എൻ എംപ്റ്റി സെറ്റ്. ഇപ്പം D1 ഓൾറെഡി നമുക്ക് എടുത്താലും എംപ്റ്റി സെറ്റ് തന്നെയല്ലേ. അപ്പം D1 D2 D3 സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്ജോയിന്റ് കളക്ഷൻസ് തന്നെയാണ്. അപ്പം ഈ കേസ് നമുക്ക് എന്ത് പറയാം, ഇസ് എ ഡിസ്ജോയിന്റ് കളക്ഷൻ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാലും എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും. ഇനി D1 D2 D3 എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഇത് എന്ന് പറയുന്ന ആക്ച്വലി എന്ത് കിട്ടും, നമുക്കിത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ D1 ഇസ് എൻ എംപ്റ്റി സെറ്റ് ആണ്. D2 ഇസ് എ B1 മൈനസ് B2. ഇപ്പം B1 മൈനസ് B2 എന്ന് പറയുമ്പോൾ ആക്ച്വലി ഈ പോർഷനാണ് നമ്മളുടെ D2 എന്ന് പറഞ്ഞിട്ട് വരിക. സോറി, ഇത്രയും പോർഷൻസ് വരും നമ്മളുടെ D2 എന്ന് പറയുന്നത്. അതുപോലെ D3 എന്ന് പറയുന്നത് B1 മൈനസ് B3 ആണ്. ഇപ്പൊ B1 മൈനസ് B3 ആകുമ്പോൾ ഇത്രയും സെക്ഷൻസ് ആണ് എന്ത് D3 പറയാം. അപ്പൊ ഇത് D2ഉം ഇത് D3. അപ്പൊ ഇത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. അപ്പൊ D1 ഇസ് എ സബ്സെറ്റ് ഓഫ് D1 is an empty set and D2, this is D2 and D3. ഇപ്പം ഇങ്ങനെയല്ല അതിൽ വരുന്നത്. ഇപ്പം ഈ പിക്ചർ തന്നെ D1 എംപ്റ്റി സെറ്റ് ആണ്, ഇത് നമ്മൾ D2 ആണ്, ആൻഡ് ഇത് D3 ആണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, D1 സബ്സെറ്റ് D2 സബ്സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, അസെൻഡിങ് സെറ്റ് ആയിട്ട് മാറും. അപ്പൊ അസെൻഡിങ് സെറ്റ് ആണെങ്കിൽ ബൈ 1 പ്രകാരം, റിസൾട്ട് 1 പ്രകാരം നമുക്ക് എന്ത് ചെയ്താം, മെഷർ ഓഫ് യൂണിയൻ K is equal to 1 to infinity dk equal to limit K tends to infinity measure of dk എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി യൂണിയൻ K is equal to 1 to infinity dk എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി dk എന്തായിരുന്നു, യൂണിയൻ K is equal to 1 to infinity B1 മൈനസ് BK ആണ്. ഇനി B1 മൈനസ് BK എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി എന്താന്ന് പറഞ്ഞു, യൂണിയൻ K is equal to 1 to infinity B1 ഇന്റർസെക്ഷൻ BK കോംപ്ലിമെന്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ യൂണിയൻ എടുക്കുമ്പോൾ എന്ത് കിട്ടും, യൂണിയൻ K is an independent of B1 ആയതുകൊണ്ട് സോ B1 ഇന്റർസെക്ഷൻ യൂണിയൻ K is equal to 1 to infinity BK കോംപ്ലിമെന്റ് എന്ന് കിട്ടും. ഇതിനെ തന്നെ നമുക്ക് ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, B1 ഇന്റർസെക്ഷൻ BK ഹോൾ കോംപ്ലിമെന്റ് പറഞ്ഞ് നമുക്ക് എടുക്കാം. ദാറ്റ് ഇസ് എന്താ, B1 മൈനസ് ഇന്റർസെക്ഷൻ BK. ഓക്കെ ആണല്ലോ. യൂണിയൻ K is equal to 1 to infinity B1 മൈനസ് BK നമുക്ക് B1 മൈനസ് BK is B1 ഇന്റർസെക്ഷൻ BK കോംപ്ലിമെന്റ് ആണ്. K is an independent of B1 ആയതുകൊണ്ട് സോ B1 ഇന്റർസെക്ഷൻ യൂണിയൻ K is equal to 1 to infinity BK കോംപ്ലിമെന്റ് നമുക്ക് എടുക്കാം. ദെൻ B1 ഇന്റർസെക്ഷൻ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്താൽ എന്തായിട്ടും, B1 ഇന്റർസെക്ഷൻ BK ഹോൾ കോംപ്ലിമെന്റ്, ദാറ്റ് ഇസ് B1 മൈനസ് ഇന്റർസെക്ഷൻ BK. അപ്പൊ യൂണിയൻ DK എന്ന് പറയുന്നത് എന്താണ്, B1 മൈനസ് ദിസ് വൺ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതുപോലെ തന്നെ മെഷർ ഓഫ് DK നമ്മൾ പറഞ്ഞു. മെഷർ ഓഫ് എന്താ, B1 മൈനസ് മെഷർ ഓഫ് BK ആണ്. ഓക്കെ, ഇനി മെഷർ ഓഫ് BK നമ്മൾ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. മെഷർ ഓഫ് BK എന്താണ്, ഫൈനൈറ്റ് മെഷർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ബൈ എക്സിഷൻ പ്രോപ്പർട്ടി പ്രകാരമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. മെഷർ ഓഫ് DK പറയുന്നത് മെഷർ ഓഫ് B1 മൈനസ് BK ആണ്. ബൈ എക്സിഷൻ പ്രോപ്പർട്ടി മെഷർ ഓഫ് B1 മൈനസ് മെഷർ ഓഫ് BK എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുത്തെഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഇപ്പൊ മെഷർ ഓഫ് യൂണിയൻ DK എന്ന് പറയുന്നത് നമുക്ക് B1 മൈനസ് ഇന്റർസെക്ഷൻ BKയും, മെഷർ ഓഫ് DK എന്ന് പറയുന്നത് മെഷർ ഓഫ് B1 മൈനസ് മെഷർ ഓഫ് BK എന്ന് കിട്ടി. നമുക്ക് നമ്മുടെ റിസൾട്ട് പ്രകാരമുള്ള റിസൾട്ട് ഉണ്ട്.
measure of union k is equal to 1 to infinity dk, which is equal to limit k tends to infinity measure of dk. Substitute ചെയ്യാം. അപ്പോൾ യൂണിയൻ കേക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇത് measure of v1 minus intersection bk, which is equal to limit k tends to infinity measure of v1 minus measure of bk. Again നമ്മൾ എക്സിഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. മെഷർ ഓഫ് ബി കെ ഇസ് ഫൈനൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാൻ പറ്റും? മെഷർ ഓഫ് ബി വൺ മൈനസ് മെഷർ ഓഫ് ഇന്റർസെക്ഷൻ ബി കെ, വിച്ച് ഇസ് ഈക്വൽ ടു കെ ഇസ് എൻ ഇൻഡിപെൻഡന്റ് ദിസ് വൺ ആയതുകൊണ്ട് മെഷർ ഓഫ് ബി വൺ ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് ബി കെ എന്ന് എടുക്കാം. സോ മെഷർ ഓഫ് ബി വൺ ഇസ് ഫൈനൈറ്റ് ആയതുകൊണ്ട് രണ്ടും കൂടി ക്യാൻസൽ ചെയ്യാം. നമ്മൾ ലെഫ്റ്റ് സൈഡ് കൊണ്ട് ഒന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മെഷർ ഓഫ് ഇന്റർസെക്ഷൻ ബി കെ ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് ബി കെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഇതാണ് ഇവിടെ പ്രോപ്പർട്ടി. അപ്പൊ നമ്മൾ കൂടുതലും എക്സിഷൻ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് രണ്ടാമത്തെ റിസൾട്ട് പറയുന്നത്. ഫസ്റ്റ് റിസൾട്ടിലേക്ക് വന്നിട്ട് ഫസ്റ്റ് റിസൾട്ട് അപ്ലൈ ചെയ്തിട്ടാണ് ആൻസർ കിട്ടുന്നത്. ഇതാണ് രണ്ട് കണ്ടിന്യൂറ്റി ഓഫ് മെഷർ എന്ന് പറഞ്ഞത്. കണ്ടിന്യൂറ്റി ഓഫ് മെഷർ പറഞ്ഞാൽ അസെൻഡിങ് സീക്വൻസ് ആണെങ്കിലും ഡിസെൻഡിങ് സീക്വൻസ് ആണെങ്കിലും മെഷർ ഓഫ് യൂണിയനും മെഷർ ഓഫ് ഇന്റർസെക്ഷനും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് യൂണിയൻ സെറ്റിന്റെ മെഷറും നമുക്ക് ഡിഫൈൻഡ് ആണ്, അതുപോലെ തന്നെ ഡിസ്ജോയിന്റ് കളക്ഷന്റെ ഇന്റർസെക്ഷനും നമുക്ക് അവിടെ മെഷറും ഡിഫൈൻഡ് ആണ്. അപ്പൊ ഇതാണ് കേസുകൾ. ഇനി നെക്സ്റ്റ് നമ്മളൊരു അടുത്ത പഠിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഓൾമോസ്റ്റ് എവ്രിവെയർ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എവ്രിവെയർ പ്രോപ്പർട്ടി. ഓൾമോസ്റ്റ് എവ്രിവെയർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ എക്സ് ബിലോങ്സ് ടു ഇ എന്ന് കൺസിഡർ ചെയ്യാം. ഇപ്പൊ എക്സ് ബിലോങ്സ് ടു ഇ എന്ന് പറഞ്ഞാൽ അതുപോലെ ഇ നോട്ട് എന്ന് പറഞ്ഞ സബ്സെറ്റ് ഇ കൺസിഡർ ചെയ്യാം. സോ എക്സ് ഡസൻ ബിലോങ്സ് ടു ഇ നോട്ട്. അതിന്റെ പ്രോപ്പർട്ടി പറഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു ഇ എന്ന് കൺസിഡർ ചെയ്യുന്നു. ഇ നോട്ട് എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എക്സ് എവിടെ ഇല്ല? ഇ നോട്ടിൽ ബിലോങ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇ നോട്ടിൽ ഇന്റെ മെഷർ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ് ബിലോങ്, അതായത് ഇതിന് ആക്ച്വലി പറയുന്നത് എക്സ് ബിലോങ്സ് ടു ഇ ഇസ് അബ്രിവേഷൻ പറഞ്ഞത് നമ്മൾ എ ഡോട്ട് ഇ ആണ് കൊടുക്കുന്നത്. അപ്പൊ എക്സ് ബിലോങ്സ് ടു ഇ ഓൾമോസ്റ്റ് എവ്രിവെയർ എന്ന് പറഞ്ഞാൽ ദർ ഈസ് എ സബ്സെറ്റ് ഇ നോട്ട് സബ്സെറ്റ് ഇ in which measure of E naught equal to 0 and X doesn't belongs to E naught. That means X belongs to E എന്ന് പറഞ്ഞാൽ X belong ചെയ്യാത്ത സബ്സെറ്റിന്റെ ഔട്ടർ മെഷർ എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് അതിന്റെ മീനിങ്. ഇപ്പൊ നമ്മൾക്ക് ഇവിടെ അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ്. ഇപ്പൊ F is equal to G on E almost everywhere. ഇതാണ് തന്നിരിക്കുന്നത്. F is equal to G means എന്താ? F of X is equal to G of X for every x belongs to E. ഇനി ഓൾമോസ്റ്റ് എവ്രിവെയർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഈക്വൽ ആവാത്ത എക്സുകളുടെ കളക്ഷൻസ്, അങ്ങനെയുള്ള സെറ്റിന്റെ ഔട്ടർ മെഷർ എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് ഓൾമോസ്റ്റ് എവ്രിവെയർ പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾമോസ്റ്റ് എവ്രിവെയറിന് നമ്മളൊരു പ്രോപ്പർട്ടി നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഒരു സെറ്റിൽ നമ്മളൊരു പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്തിട്ട് അത് ഓൾമോസ്റ്റ് എവ്രിവെയർ എന്ന് പറഞ്ഞാൽ ആ സെറ്റിൽ ബിലോങ് ചെയ്യാത്ത അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാത്ത സെറ്റുകൾ ഉണ്ടാവില്ല. ആ സെറ്റിന് ഔട്ടർ മെഷർ പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഓൾമോസ്റ്റ് എവ്രിവെയർ പ്രോപ്പർട്ടി. ഇനി ഓൾമോസ്റ്റ് എവ്രിവെയർ പ്രോപ്പർട്ടി കൊണ്ടുവരണം നമ്മൾ നെക്സ്റ്റ് ലെമ്മ പഠിക്കുന്ന ബോറൽ കാന്റിലി ലെമ്മ എന്ന് പറയുന്നത്.